ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം പോയ സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നോട്ടീസ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യുക. അതേസമയം SITയുടെ ക്യാമ്പ് ഓഫീസ് പത്തനംതിട്ടയിൽ തുടങ്ങി. സ്മാർട്ട് ക്രിയേഷൻസിലെ ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യും. പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താനും സാധ്യത. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ നടക്കുക. SITയുടെ ക്യാമ്പ് ഓഫീസ് പത്തനംതിട്ടയിൽ തുടങ്ങിയിട്ടുണ്ട്. ക്രിയേഷൻസിലെ ഉദ്യോഗസ്ഥരെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അത്യന്തം ദുരൂഹത നിറഞ്ഞതായിരുന്നു ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളി വിവാദം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് നൽകിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ചില ഇടനിലക്കാരായി പ്രവർത്തിച്ച ആളുകളുണ്ട്. ഒപ്പം ഗൂഢാലോചനയും വഞ്ചനയും മോഷണവും നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം SIT അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ കേസ് ചാർജ് ചെയ്ത് നീങ്ങാനാണ് അവരുടെ നീക്കം. ഇന്ന് എല്ലാവരും ചുമതല എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ക്യാമ്പ് ഓഫീസ് തുറക്കും. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിരിക്കും ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഇടപാടുകൾ എങ്ങനെയാണ് 2019-ലും 2024-ലും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ സ്വർണ്ണപ്പാളി പൂശുന്നതിന്റെ ചുമതലക്കാരനായി മാറുകയും പിന്നീട് എങ്ങനെ അയാൾക്ക് 2019-ൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ എത്തിച്ച് അവിടെ വെച്ച് സ്വർണ്ണപ്പാളി പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഏൽപ്പിച്ചു എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO കൂടിയായ പങ്കജ് ഭണ്ഡാരി ഇന്നലെ പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞിരിക്കുന്നതുമായി ഒരു പൊരുത്തവും ഇല്ലാത്ത രീതിയിലാണ് പഴയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്ന് വിജയമല്യ 1998-ൽ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപ്പാളി പതിക്കുമ്പോഴേക്കും 1.5 കിലോയോളം തൂക്കമുണ്ടായിരുന്നു പറയുന്നു. ഇപ്പോഴത് 488 കുറഞ്ഞിരിക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ചില വ്യക്തതകൾ വരുത്തേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കൊപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമകളെയും CEOയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാനും പ്രതിപ്പട്ടികൾ ഉൾപ്പെടുന്ന കാര്യവും ഒക്കെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ താമസമില്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോകും. ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും. കാരണം ഇതിനകത്ത് 3 വലിയ തരത്തിലുള്ള കുറ്റങ്ങൾ നടന്നിരിക്കുന്നു. ഒന്ന് മോഷണം, ഏകദേശം 400 ചില്ലുവാനം ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ തിരിച്ച് നൽകിയിട്ടില്ല. അതൊരു മോഷണമായിട്ട് കാണുന്നു. ഒപ്പം ഗൂഢാലോചന എന്ന് പറയുമ്പോൾ മഖസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും വ്യത്യസ്തമായി ആണ് ഈ ചെമ്പുപാളിയായി മാറപ്പെടുന്നു. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി എവിടെ? സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പുപാളിയായി മാറപ്പെടുന്ന കാര്യത്തിൽ ഗൂഢാലോചന, അത്തരത്തിൽ ആ ഗൂഢാലോചന നീക്കം നടക്കും. രണ്ടാമത് വഞ്ചന. ഈ ക്ഷേത്രവും ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസികളെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് ഇടപാടുകൾ നടത്തിയിരിക്കുന്നു. അങ്ങനെ ഈ 3 കേസുകളാണ് ചുമത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായി ആയിരുന്ന മുരാരി ബാബുവിനെ കക്ഷി പ്രതി ചേർത്തിട്ടുണ്ട്. ഒപ്പം അന്ന് മഖസറിൽ ഒപ്പിട്ട 9 പേരുണ്ട്. അതിൽ തന്ത്രിയെയും മറ്റ് പ്രസിഡന്റുമാരെ ഒഴിവാക്കും. കാരണം അവർക്ക് ഇതിനകത്ത് കാര്യമായ പങ്കില്ലാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നേതൃനിലയിലുണ്ടായിരുന്നവർക്ക് പങ്കില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടും. അതുകൊണ്ട് അവരെ ഒഴിവാക്കപ്പെടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പങ്കാണ് വലിയ തരത്തിൽ അന്വേഷിക്കപ്പെടുന്നത്. അതിനകത്ത് ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിലുണ്ട്. കൂടാതെ രാജേഷ് ബാബു എന്ന് പറയുന്ന ഗാർഡുണ്ട്. ഇത്രയും അധികം ആളുകൾ ഇതിൽ ഈ 2019-ലെ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട മഖസറുകൾ ഉൾപ്പെട്ടുള്ളവരാണ്. ഇവരെ കൃത്യമായി ചോദ്യം ചെയ്യും. ഇതിൽ ചിലരെ ഗൂഢാലോചന കുറ്റത്തിന്, മോഷണമല്ല ഗൂഢാലോചന കുറ്റത്തിന് പ്രതി ചേർക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ താമസമില്ലാതെ അറസ്റ്റുകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശരി, വ്യക്തമാണ് ബിനോയ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം പോയ സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിലെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുമുള്ള ഒരു സാധ്യതയുണ്ട്. വിവരങ്ങൾ നൽകിയത് ഡി ബിനോയ് ആണ്.